ഭീതി പടർന്ന് മണ്ണാർക്കാട്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ മണ്ണാർക്കാട്. നിലവിൽ റിപ്പോർട്ട് ചെയ്തത് 700ഓളം കേസുകൾ. നഗരസഭാ പരിധിയിൽ ശുചിത്വ ഹർത്താൽ നടത്തും. ഡെങ്കിപ്പനിയുടെ ഹൈ റിസ്ക് മേഖലയായി മണ്ണാർക്കാട് പ്രദേശം മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മേഖലയിലുള്ളവർ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഇതിനായി നഗരസഭാ പ്രതിനിധികളും ആരോഗ്യവകുപ്പും അടിയന്തര യോഗം ചേർന്നു. സ്ഥാപനങ്ങൾ, സ്കൂളുകളും ഒരു ദിവസം കറക്റ്റ് ഒരു ടൈം നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ ഒരു ടൈമിൽ എല്ലാവരും ആ കൃത്യസമയത്ത് ഇറങ്ങാൻ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ സ്ഥാപനങ്ങളായിക്കോട്ടെ, നമ്മുടെ വീടുകളായിക്കോട്ടെ, ആ ഒരു നിർദ്ദേശം മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കും വേണം. കാരണം പെട്ടെന്ന് നമ്മൾ നാളെ പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എല്ലാവരിലേക്ക് എത്തിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്ത് നെക്സ്റ്റ് അധികം വൈകാതെ തന്നെ, അതായത് പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ട് കുറെ മുന്നോട്ട് നീട്ടിക്കൊണ്ടുമല്ല, പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എല്ലാവരിലേക്കും ആ ഒരു നമ്മുടെ ആ ഒരു അവബോധം എല്ലാവരിലേക്ക് എത്തിക്കണം. അത് അവരില് കിട്ടും വേണം. അതിന്റെ പ്രയോജനം നമുക്ക് നേടും വേണം. വെറുതെ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യാന്ന് മാത്രമല്ല അതിലുള്ളത്, നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ദിവസം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒരു വർക്കിന്റെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളതാണ്. അതെന്തായാലും ഞാൻ ഈ ഗ്രൂപ്പിൽ എല്ലാവരെയും അറിയിക്കാം എന്നുള്ളത്. അതേസമയം കൊതുക് നശീകരണ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപം. ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് PHCയുടെ വാഹനം 15 വർഷമായതുകൊണ്ട് പിടിച്ച് കടപ്പുറത്തിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വാഹനത്തിന്, പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, വാഹനമില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇവിടെ ഈ മണാക്കാടും കുമരമ്പത്തൂരും വേണ്ടി നമുക്ക് ആകെ 5 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുള്ളത്. രാമദാസ് ഉൾപ്പെടെ 6, ബിപിയൂണിലെ രാമദാസ് ഉൾപ്പെടെ 6. ഈ 6 പേർക്കാണ് ഇവിടുത്തെ 30, അവിടുത്തെ 20, 50 വാർഡുകൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം, പ്രാഥമികമായ ഉത്തരവാദിത്തം. ഒപ്പം നമുക്ക് ഈ വരുന്ന മറ്റ് ഡിപ്ലോയ്മെന്റിൽ വരുന്ന ആളുകളും ഈ കുട്ടികൾ വരുമ്പോൾ അവരെയും യഥാസമയം പല വാർഡുകളിൽ ആക്ടിവിറ്റികൾ നടക്കുമ്പോൾ അവിടെ ഓടിയെത്താനും അതിന്റെ സൂപ്പർവിഷൻ നടത്താനും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഒക്കെ വലിയ പ്രതിസന്ധി ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് മഴയും കൂടിയാണ്. ഇതുവരെ ഡെങ്കിപ്പനി ബാധിച്ച ജില്ലയിൽ മരിച്ചത് 6 പേരാണ്. കൊതുകിന്റെ വ്യാപനം തടയുന്നതിൽ പലയിടത്തും പരാജയപ്പെട്ടതാണ് രോഗവ്യാപനത്തിന് കാരണമായിരിക്കുന്നത്. ശുദ്ധജലത്തിന്റെ ദൗർലഭ്യവും വൃത്തിഹീനമായ ചുറ്റുപാടുകളും മറ്റും രോഗവ്യാപനത്തിനിടയാക്കിയതായി പരാതിയുണ്ട്. ജനങ്ങൾ ആരോഗ്യവകുപ്പ് അധികാരികളുമായി സഹകരിക്കുകയും രോഗവ്യാപനം തടയുന്നതിന് നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.